ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ നമ്മൾ ട്രെയിനിലാണുള്ളത്. ഈ കാണുന്നത് ഒബേണിലെ ഒരു ബ്യൂട്ടിഫുൾ മോസ്ക് ആണ് കേട്ടോ. ഒബേൺ ടൗണിൽ ഉള്ള നല്ലൊരു മോസ്ക് ആണ്. ഇത് നല്ലൊരു പേർഷ്യൻ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ടൗൺ ആണ് ഒബേൺ. പിന്നെന്താ, അപ്പൊ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. നമ്മൾ ഇന്ന് പോകുന്നത് എവിടെയാണെന്ന് അറിയോ? ഒരു ബീച്ചിലേക്കാണ്. മാൻലി ബീച്ച് എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള സിഡ്നിയിലെ ഒരു ബീച്ചാണിത്. അവിടത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്ന് നല്ല ക്ലിയർ സ്കൈ ആണ്. പൊതുവെ പൊല്യൂഷൻ ഇൻഡെക്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ സിഡ്നിയില്, ഓസ്ട്രേലിയയില്. പിന്നെ നമ്മൾ ട്രെയിനിന്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ്. ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഈ ഒരു ട്രെയിനിൽ സീറ്റ് കുറച്ച് നമുക്ക് കഴുത്തൊക്കെ ചാരിയിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ആണ് ഈ ട്രെയിനിലുള്ളത്. അതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെന്താ, പുറത്തെ കാഴ്ചകൾ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാന്. ലൈഫ് ഓസ്ട്രേലിയയിലേക്ക് പറിച്ചു നട്ടതിന് ശേഷം എന്റെ കാഴ്ചപ്പാടുകളിലും എന്റെ ഒരു ജീവിതത്തിനെ നോക്കിക്കാണുന്ന രീതിയിലൊക്കെ വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാന് നമ്മുടെ കേരളത്തിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സമയത്ത് അവിടെ ജീവിക്കുന്ന സമയത്തില്ലേ, കുറേ ഭയങ്ങളും പേടികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് ലൈഫ്? എന്താണ് ഇങ്ങനെ അങ്ങനെ? നല്ലതും ഉണ്ട്, മോശവും ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പോ ഞാൻ ഇന്ത്യന്ന് ഫ്ലൈറ്റ് കേറി മലേഷ്യയിൽ വന്നപ്പോ നമ്മളെ പോലെയുള്ള ആൾക്കാരെയല്ല. എല്ലാവരുടെയും ഫീച്ചേഴ്സും കളറും സ്കിൻ ടോണും ഒക്കെ വ്യത്യാസാണ്. അതുപോലെ തന്നെ ഞാന് മലേഷ്യന്ന് ഫ്ലൈറ്റ് കേറി സിഡ്നിയിൽ എത്തിയപ്പോ ഓരോരോ സ്ഥലത്തെയും കൾച്ചർ എന്തൊരു വ്യത്യാസാണെന്നറിയോ? നമ്മളെ നാട്ടില് നമ്മള് സാധാരണ ജീവിച്ചു പോകുന്ന ആ ഒരു വസ്ത്രധാരണവും, നമ്മുടെ ഭക്ഷണവും അതൊന്നും ഇവിടെയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും കാലം ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം വലിയ എന്തോ സംഭവം, വലിയ എന്തോ കാര്യം, ആനക്കാര് ചേനക്കാര് എന്ന് വിചാരിച്ച എനിക്ക് ഇപ്പം വളരെ സിമ്പിൾ ആയി തോന്നാൻ തുടങ്ങി ജീവിതം. കാരണം എന്നെപ്പോലെ തന്നെ 100,000 കോടിക്കോടി മനുഷ്യന്മാര് പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഉറുമ്പ് പോലെ, ഒരു ഉറുമ്പിന് സമാനാണ്. നമ്മൾ എങ്ങനെയാണോ ഉറുമ്പിനെ കാണുന്നത് അതുപോലെയാണ് ഈ ഭൂമി ഫുൾ എടുത്താൽ നമ്മൾ ഉണ്ടാവുക. അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞ സാധനം വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടും കൂടുതൽ തലപുകഞ്ഞ് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കളയണ്ടാന്നുള്ള ഒരു ചിന്ത എനിക്ക് ഇവിടെ വന്നപ്പോ കിട്ടി. കാരണം ഈ ഭൂമി ഉരുളുന്നത് എന്നിലല്ല. എന്നെപ്പോലത്തെ കുറേ ആൾക്കാരുണ്ട്. അതില് ഞാൻ വലിയ ഒന്നുമല്ല എന്നുള്ള ബോധം കൂടി എനിക്കുണ്ടായതുകൊണ്ട് ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് എന്താ പറയാ, താഴ്മയോടെ ജീവിക്കാൻ പഠിച്ചു. ഓക്കെ. ഇവിടെ അതുപോലെ തന്നെ ആൾക്കാര് ഭയങ്കര സിമ്പിളാ. നമ്മള് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും പറ്റി ഫോക്കസ് ചെയ്യില്ല. പ്രസന്റില് ജീവിക്കും. പ്രസന്റില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും നമ്മള് ഫോക്കസ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ലൈറ്റ് ആയിട്ട് ജീവിക്കുക. നമ്മൾ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് സ്ട്രെസ്സിലും ടെൻഷൻ അടിച്ചിട്ടും ജീവിക്കുന്നതേ അറിയാത്തൊരു ജീവിതം ഉണ്ടായിട്ടൊരു കാര്യമില്ലല്ലോ. അല്ലേ? അപ്പൊ നമ്മളെ യാത്രയില് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ നമ്മളെ ജീവിതത്തില്? എനിക്കറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെ ഉപകാരായിക്കോട്ടെ. ഉപകാരം ഇല്ലെങ്കില് എനിക്ക് കേൾക്കാലോ, വെറുതെ ഇരിക്കുമ്പോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കണ്ടോ, ഇവിടെ സ്ക്രീനൊക്കെ ഉണ്ട്. ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റോപ്പിലും നമുക്ക് എത്തുമ്പോ കാണിച്ചു തരും. അപ്പൊ നമ്മൾ സെൻട്രലിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് സർക്കുലർ ക്വേ വഴി ഫെറിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മാൻലി ബീച്ചിലേക്ക്. അപ്പോ സെൻട്രൽ നമ്മൾ മാറി കേറിയ ട്രെയിനാണിത്. വലിയ വലിയ പാലങ്ങളും വലിയ വലിയ ബിൽഡിങ്സും ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഓ, എന്താ പറയാ, കാഴ്ചകളും കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മനുഷ്യന്മാരുടെ ഇടയിലാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. അതുപോലെ ഈ വ്യത്യസ്തമായിട്ടുള്ള അത് എത്രയോ ദൂരെയാണ് നമ്മളെ ഇന്ത്യന്ന്. കേരളത്തിലാണ് ഞാൻ ജനിച്ചത്. കേരളത്തിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ച ഞാൻ എത്രയോ കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത്. എന്റെ ചിന്താഗതിയും എന്റെ എന്റെ എന്താ പറയാ, നമ്മളെ ചെറിയ ചില ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടാവൂലേ? നമുക്ക് ധൈര്യം അങ്ങനെ ചെയ്താ എന്താവും, ഇങ്ങനെയാവും, അങ്ങനെയാവും എന്നൊക്കെയുള്ള ഒന്നുമില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരില്ലേ, അവരവരുടെ ജീവിതം മാത്രമേ നോക്കുള്ളൂ. വേറെ ആളെന്താ ചെയ്യുന്നേ, അവരെന്താണ്, ഒന്നും അവര് നോക്കില്ല. അവരവരുടെ ലൈഫ് ഹാപ്പിയായി ജീവിക്കും. അതുപോലെന്നെ അവർക്ക് ഇള്ളതില് ജീവിക്കും. ഇല്ലെങ്കില് നാളെ എന്താച്ചാ നോക്കാം. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ മനുഷ്യന്മാർക്ക്. വയസ്സായ ആൾക്കാർ ഒറ്റക്കാ ജീവിക്കുക. മക്കള് ഒരു പ്രായം കഴിഞ്ഞാ അവരവരെ വഴിക്ക് പോവും. ഒന്നിനും ആരും വെയിറ്റ് ചെയ്യില്ല. അങ്ങനെ നമ്മള് സർക്കുലർ ക്വേലെത്തി. ഈ കാണുന്നത് ഒരു വല്യ ആഡംബര കപ്പലാട്ടോ. ഇത് പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നയാണ്. ദ വേൾഡ് എന്നാണ് അതിന്റെ പേര്. അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പല രാജ്യങ്ങളിലും പോകുന്നതാണ്. പിന്നെ ഭയങ്കര സ്യൂട്ട് റൂംസും അങ്ങനെയുള്ള ഭയങ്കര വല്യ വല്യ കാര്യങ്ങളൊക്കെയുള്ള കപ്പലാണ്. അത് കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിന്റെ പുറകെ ഉള്ളതാണ് ഹാർബർ ബ്രിഡ്ജ്. അങ്ങനെ നമ്മള് സർക്കുലർ ക്വേയിൽ ഇറങ്ങിയിട്ട് നമ്മളെ ഫെറി വഴി മാൻലി ബീച്ചിലേക്ക് പോകാനാണ് നമ്മളെ പരിപാടി. നമുക്കൊരു വെള്ളത്തിലുള്ള ഒരു യാത്രയോ എക്സ്പ്ലോർ ചെയ്യാം അല്ലോ. അങ്ങനെയൊരു ചിന്ത കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ ഒരു ട്രാവൽ
വേ ചൂസ് ചെയ്തത്. അപ്പൊ ഇവിടുന്ന് പിന്നെ ബോട്ട് എത്ര മണിക്കാന്നൊക്കെ എന്റെ മിസ്റ്റർ ബോസ് നോക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങും ഇങ്ങും നടന്നു. ഇതാണ് ഫെറിയിലേക്കുള്ള എൻട്രി. പിന്നെന്താ കുറേ ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള നിറത്തിലും, വർണ്ണത്തിലും, ഹൈറ്റിലും, സൈസിലും ഒക്കെയുള്ള കുറേ ആൾക്കാർ. അതിനിടയിൽ ഞാനും ഒരു കുഞ്ഞു ജീവി അതിലേക്കൂടി നടന്നു പോകുന്നു. അങ്ങനെ നമ്മള് കാർഡ് വെച്ചു. പിന്നെ സ്വൈപ്പ് ചെയ്ത് ഉള്ളിലേക്ക് കയറി. ഇവിടെ ടിക്കറ്റ് ഒക്കെ അങ്ങനെ എടുക്കേണ്ട അതുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ നാട് പോലെയല്ല. നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇതൊരു ബോട്ടാണ് കേട്ടോ. ഓരോ സ്ഥലത്തേക്ക് പോണ്ടേ. അപ്പൊ നമ്മളെ മാൻലി ബീച്ചിലേക്ക് പോണ്ടേ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കണ്ട മാൻലി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആ സൈഡിലാ ബോട്ട് വരിക. അപ്പൊ നമ്മള് അവിടെ ഒരു വെയിറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണാം. നേരെ ഫുള്ള് വെള്ളം കാണുന്ന ഒരു വ്യൂ ആയതുകൊണ്ട് നല്ല രസാണ് അവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്തെ സൈഡിൽ ബോട്ട് വരുന്നുണ്ടാവും. അതിന്റെ അപ്പുറത്തെ സൈഡിൽ വലിയ വലിയ ബിൽഡിങ്. ഒരു സൈഡിൽ നമ്മളെ ഒപ്പേറ ഹൗസ്, മറു സൈഡിൽ ഹാർബർ ബ്രിഡ്ജ്, അതിന്റെ നേരെ മുമ്പിൽ ഒരു ആഡംബര കപ്പൽ, പിന്നെ വിശാലമായിട്ടുള്ള വെള്ളം. പിന്നെ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സുകൾ ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്സ് ആണ്. ഇവിടെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ഇങ്ങനെ ഒരു ബോക്സ് വെച്ച മാതിരി ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടു. ഞാൻ വീഡിയോയും എടുത്തു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാരും കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ആ സമയത്ത് ഒരു ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ. ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ഇങ്ങനെ നോക്കി ഈ ഇങ്ങനെ കാണുമായിരുന്നു. ശരിക്കും പറഞ്ഞാ നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു വിസ്മയാണെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ലൈഫ്. അതിന്റെ വാല്യൂ ഞാനിപ്പം മനസ്സിലാക്കുന്നത്. കുറേ കാലം ഞാൻ വെറുതെയെങ്കിലും ടെൻഷൻ അടിച്ചിട്ടും എന്താ പറയണ്ടേ വെറുതെയും അനാവശ്യമായിട്ട് ആവശ്യമൊന്നും ഉണ്ടാവില്ല. വെറുതെ ചെറിയ ചെറിയ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിട്ടൊക്കെ സമയം കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം ജീവിക്കുക. നമുക്ക് ഹാപ്പിയായി ജീവിക്കുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കുക എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. എന്നെ മാറ്റിമറിച്ച കാര്യങ്ങൾ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്റെ ഫാമിലി, എന്റെ പേരൻസിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്റെ ബ്രദറിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്റെ ഹസ്ബൻഡിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാം ദേഷ്യം പിടിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാണ്ട് കാമായിട്ട് ഹാപ്പി ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനൊക്കെ പഠിക്കുന്ന ചില മാറ്റങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹേർട്ട് ചെയ്ത ആൾക്കാരോടും ക്ഷമ പറയാൻ ശീലിക്കുക. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്റെ ലൈഫിൽ കൊണ്ടുവന്നതിന് ശേഷമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുമ്പോൾ ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഈ കണ്ട ആൾക്കാരോടെല്ലാം അടികൂടിയിട്ടും കുശുമ്പ് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു ലൈഫിനൊരു എന്താ പറയാ വെറുതെ വേസ്റ്റേജ് ചെയ്ത് പോകുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും അങ്ങനെ പിന്നെ ആൾക്കാർ പറയുന്നത് കേൾക്കാനും പറയാനൊക്കെ പോയ ഒരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോവാറില്ല. എന്നെ ഫോക്കസ് ചെയ്യും. എന്റെ സമാധാനം, എന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ സമാധാനം. ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഈ ലോകത്ത് ആൾക്കാർ എന്ത് പറഞ്ഞാലും അതിപ്പോ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർ നമ്മളെ പറയും. നല്ലത് ചെയ്താലും പറയും, മോശം ചെയ്താലും പറയും. നമുക്ക് ആരുടെ വായും അടക്കാൻ പറ്റില്ല. നമുക്ക് ആകെ അടക്കാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ്. നമ്മുടെ മോശങ്ങളെല്ലാം അടക്കിയിട്ട് നല്ലതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മാൻലി ബീച്ചിലേക്ക് പോകുന്ന ട്രെയിൻ വന്നു കേട്ടോ. അപ്പൊ അല്ല സോറി, ട്രെയിൻ അല്ല. സോറി, ക്ഷമിക്കണേ. ബോട്ട്. ഓക്കെ. ഒരു വലിയ ബോട്ട് വന്ന് ആ ബോട്ടിലേക്ക് ഞങ്ങൾ കേറാണ്. നമ്മള് കേറി നേരെ ടോപ്പില് നമ്മള് സീറ്റ് പിടിച്ച് കുറേ സീറ്റ് ഉണ്ടാവും. ഇവിടെ 3 സീറ്റ് ഉണ്ട്, 2 സീറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിനുള്ളിൽ ഇരുന്നാൽ നമുക്ക് വെയിൽ കൊള്ളൂല. നമ്മൾ നേരെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിലൊക്കെ കൊള്ളും, കാറ്റൊക്കെ കിട്ടും. അങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോകാം നേച്ചറിന്. എനിക്കും എന്റെ ഹസ്ബൻഡിനും പ്രകൃതിനെ കുറച്ച് അറിയാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ പുറത്തിരിക്കാൻ തീരുമാനിച്ചു. നമ്മൾ അവിടെ ഫസ്റ്റ് സീറ്റ് തന്നെ അദ്ദേഹം സൈഡിലും ഞാൻ അതിന്റെ അടുത്തിരുന്നു. ഞാൻ ഇൻ ബിറ്റ്വീനിൽ ഇങ്ങനെ എണീച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പൊതുവെ എനിക്ക് പണ്ടൊക്കെ ഇല്ലേ വീഡിയോ എടുക്കാൻ മടിയാണ്. ആൾക്കാരെന്ത് വിചാരിക്കുമെന്നൊക്കെ അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോവാറില്ല. കാരണം നമ്മൾ ഒരാളുടെ പ്രൈവസി കയറി ഇടപെടുന്നത് ശരിയല്ലല്ലോ. എന്നാലും ഞാൻ ശ്രദ്ധിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ അതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ കരുതിക്കൂട്ടി എടുത്തതൊന്നുമല്ല. എന്നാലും ബുദ്ധിമുട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇത് നമ്മള് അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന വലിയ വലിയ ബിൽഡിങ്സ് ആണ്. ആ സൈഡിലേക്ക് കൂടി പോയാലാണ് നമുക്ക് സിഡ്നി ഒപ്പേറ ഹൗസിന്റെ അടുത്തേക്ക് പോവുക. അവിടെ കുറേ ഹോട്ടൽസും കുറേ ബാറും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അവിടുന്ന്
ആൾക്കാര് ഡ്രിങ്ക്സ് ഒക്കെ ചെയ്യും. ഐസ്‌ക്രീംസും, കോഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അവര് ലൈഫ് എൻജോയ് ചെയ്യുന്നു. എല്ലാരും ലൈഫ് ജീവിച്ചു തീർക്കുന്നു. നമ്മളും ജീവിച്ചു തീർക്കുന്നു. ആ 2 ബിൽഡിങ്ങും തമ്മിലൊരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുംന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വീഡിയോയിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. ഓക്കെ. ചില അബദ്ധങ്ങളൊക്കെ ഞാൻ പറയും. ക്ഷമിക്കുക. വലിയ എക്സ്പേർട്ട് ഒന്നുമല്ലല്ലോ നമ്മള്. തെറ്റ് സംഭവിക്കും. സാരല്ല പോട്ടെ. ഇനി അടുത്തതിൽ ശരിയാക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഒപ്പേര ഹൗസിന്റെ വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. കുറേ പാരാബോളിക് സ്ട്രക്ചർ ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു സാധനാണ് ഈ പിന്നെ ഈ ഒപ്പേര ഹൗസ്. ഓക്കെ. അതിനിടയിലേക്കൂടി പിന്നെ ഒരു ബോട്ട് വരുന്നുണ്ട്. പിന്നെ കുറേ ബിൽഡിങ്സ്, നമ്മളെ ഫേമസ് ഹാർബർ ബ്രിഡ്ജ്. അതിനടുത്ത് വേൾഡ് യാത്ര ചെയ്യുന്ന ഒരു വലിയ ആഡംബര കപ്പൽ. അവിടെ ഭയങ്കര സ്വിമ്മിംഗ് പൂളും വലിയ വലിയ ഹോട്ടൽസും നല്ല ബാറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. വലിയ വലിയ ഞാൻ അതിലൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടാ ഉള്ളത്. പറയുന്നതും കേട്ടിട്ടുണ്ട്. വലിയ സംഭവമാണ്. അതിലും കേറണം എന്നൊരു ആഗ്രഹമുണ്ട്. കേറാൻ കഴിയുന്നു വിചാരിക്കുന്നു. നമ്മള് സ്വപ്നം കാണുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. നമുക്ക് എന്തും കാണാം അല്ലേ? നമ്മൾ മനുഷ്യന്മാരായിരിക്കും. നമ്മളെല്ലാം സ്വപ്നം കാണാം. അത് വേണം, ഇത് വേണം, മറ്റേത് വേണം. അത് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും, തകർക്കുന്നതും, സങ്കടപ്പെടുത്തുന്നതും ആകാണ്ടിരുന്നു കഴിഞ്ഞാല് ദൈവം നമ്മളെ എന്തായാലും സപ്പോർട്ട് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഇല്ലേ, പിന്നെ എന്റെ ജീവിതത്തിൽ കൂടിയേ എന്താച്ചാല് നമുക്ക് എല്ലാവർക്കും പരീക്ഷണങ്ങൾ വരും ജീവിതത്തില്. അത് നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത് നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അനുഭവങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പേ നമുക്ക് വേറെ ആൾക്കത് അനുഭവിക്കുമ്പോ അതിന്റെ ഇന്റൻസിറ്റിയും അതിന്റെ പെയിനും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തില് പിന്നെ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ ഞാനിങ്ങനെ വിചാരിക്കും എന്റെ അമ്മേ ഇതൊക്കെ എന്ത് കഷ്ടാന്ന് ഇതൊക്കെ എങ്ങനെ അനുഭവിച്ച് തീർക്കുക. ചില സമയത്ത് നമുക്ക് നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇന്റൻസീവ് പെയിൻ ഒക്കെ നമുക്ക് ലൈഫിലൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കടന്നു പോകുമ്പോഴാണല്ലോ ഓരോരുത്തരെയും നമ്മള് വാല്യൂ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, നമ്മളെ ബ്ലെസ്സിങ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പം നമ്മള് നല്ലൊരു വ്യക്തിയാകും. നമ്മള് വേറാർക്കും ഒരു ബുദ്ധിമുട്ടും കൊടുക്കരുതെന്ന് നമുക്ക് തോന്നും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നു, നമ്മളിതെല്ലാം അനുഭവിക്കുന്നു, ഇത് നിന്ന് കുടിക്കുന്നു, പിന്നെ കുറെ കഷ്ടങ്ങളുണ്ടാവും, കുറെ സന്തോഷങ്ങളുണ്ടാവും. ഇൻ ബിറ്റ്വീനില് നമ്മളങ്ങനെ ജീവിച്ച് നമ്മുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ മരിച്ചു പോകും. നമ്മളെ മുന്നേയും കുറേ തലമുറകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മള് കാലശേഷം കുറേ തലമുറകൾ വരും. അപ്പോ ഇവിടെ നമ്മൾ ജീവിച്ച് നമ്മൾ മരിക്കുമ്പോ നമുക്ക് നല്ല മെമ്മറീസും നല്ല കാര്യങ്ങൾ ചെയ്തിനെന്നുള്ള ചിന്ത ഉണ്ടാകണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. എല്ലാവർക്കും അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ നന്മ മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. ആ നന്മ സംഭവിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം. നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം. ഞാന് ഒരു 3, 4 വർഷേ ആയിട്ടുള്ളൂ എന്റെ ഒരു ബിഹേവിയറിലും എന്റെ ഒരു ചിന്താഗതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്. അതിന് മുന്നേ വരെ വഴക്കാളിയും പറയണ്ട. ഒരു വളരെ ആരഗന്റും ദുഷ്ടത്തിയായിട്ടുള്ള ഒരു ആളായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ മാറി. ദുഷ്ടത്തരൊക്കെ കുറച്ച് കുറച്ച് നന്മയിലേക്ക് വരുന്നുണ്ട്. ഇനിയും നല്ലതാവണം എന്ന് ആഗ്രഹിക്കുന്ന്. അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഈ കാണുന്നതില്ലേ, ഇവരുടെ പിന്നെ നേവൽ ഷിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നേവി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ കപ്പലുകളും അവരുടെ ആ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ. നമ്മളെ ഇന്ത്യൻ നേവീന്റെ ഒക്കെ പോലെ തന്നെ അവർക്കും ഉണ്ടാവുമല്ലോ മാരിടൈം സെക്യൂരിറ്റി സിസ്റ്റം. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെന്താ കുറേ മരങ്ങൾ. ഈ ഓസ്ട്രേലിയയിൽ കുറേ മരങ്ങളും ചെടികളും ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ അവിടെ ആയിട്ട് ഭയങ്കര നല്ല വൃക്ഷങ്ങളുണ്ട് അവിടെ അവിടെ ആയിട്ട്. പിന്നെ ഈ വെള്ളത്തിലുള്ള യാത്രയില്ലേ അടിപൊളിയാണ് കേട്ടോ. ഫുൾ നമ്മള് പുറത്തിരുന്നത് കൊണ്ട് തന്നെ ആകാശം കാണാം, ചുറ്റും വെള്ളം, ദൂരെ ദൂരെ കുറേ ബിൽഡിങ്സ്, അതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ, അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ ഉള്ളതുകൊണ്ട് ബോറടിക്കുന്നൊന്നുമില്ല. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഹാർബർ ബ്രിഡ്ജ്. സൂര്യൻ നല്ല ഉച്ചിയിലുണ്ട്. ചൂടുണ്ട് നല്ല. പക്ഷെ എന്നാലും വ്യത്യസ്തമായ കാഴ്ചകളായതുകൊണ്ട് അത് കാണാനും നല്ല ഭംഗിയുണ്ട്. അത് ക്യാമറയിൽ പകർത്താനും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതൊരു ഒരു ചെറിയൊരു പോർട്ടാണ് അവിടെ. അവിടെ ഈ നമ്മളെ ഫിഷിംഗ് ഒക്കെ ചെയ്യില്ലേ? പ്രൈവറ്റ് ആയിട്ട് സ്വന്തമായിട്ട് ബോട്ടുകളൊക്കെ ഉള്ള ആൾക്കാര് ഫിഷിങ്ങും കോമ്പറ്റീഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. കുറേ ബോട്ടുകളുണ്ട്. അവര് സ്വന്തമായിട്ട് ഇവിടെ അധികം ആൾക്കാർക്കും അവർക്ക് സ്വന്തമായിട്ട് ബോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവര് ഇടക്കിടക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ആഹ് വെള്ളവുമായിട്ടും ബീച്ചും സീയും ഒക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. എല്ലാരും സ്വിം ചെയ്യും. ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യും. എല്ലാം ലൈക്ക് എല്ലാം അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്യും. പിന്നെ ഫാമിലി ടൈമിന്റെ സമയത്ത് ഫാമിലി,
അവർക്ക് എൻജോയ് ചെയ്യേണ്ട സമയത്ത് അവർ എൻജോയ് ചെയ്യും. എന്താ പറയണ്ടേ? അങ്ങനെയുള്ളൊരു വേ ഓഫ് ലൈഫാണ് ഇവിടെയുള്ളത്. ആഹ് അപ്പോ അതൊക്കെ നമുക്ക് ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ കുറേ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ അവര് ഫിഷിങ്ങും സർഫിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ആൾക്കാര് വന്നിട്ട്. ആ ഒരു പിന്നെ ഷോറില് ഓപ്പോസിറ്റ് കാണുന്ന ഷോറില് ആണ് നമ്മള് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു ബീച്ച് സൈഡാണ്. മാൻലി ബീച്ചിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടുന്നാണ്. ഇവിടെ ഭയങ്കര ആ ബോട്ട് ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. ഈ ബീച്ചിലേക്ക് പോണ്ടീട്ട്. അപ്പൊ എല്ലാരും ഇറങ്ങിക്കഴിഞ്ഞേരാ നമ്മള് മെല്ലനെ എഴുന്നേറ്റത്. കാരണം എന്താച്ചാല് തിരക്കത്ര ഉണ്ടായിരുന്നു. വെച്ചാൽ എല്ലാരും ഇറങ്ങി സമാധാനത്തിൽ എണീക്കാ വിചാരിച്ചു. കുറച്ച് പേര് വീണ്ടും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ എല്ലാരും മെല്ലനെ മെല്ലനെ അവരുടെ സീറ്റ് വെക്കേറ്റ് ചെയ്തിട്ട് ബീച്ചിലേക്ക് ഹെഡ് ചെയ്യാൻ പോവാണ്. നമ്മളും ഇറങ്ങി. അപ്പൊ ഞാൻ ആ സൈഡിലുള്ള വലിയ വലിയ പില്ലറില്ലേ, ആ ഒരു ആ ബ്രിഡ്ജിനെ കണക്ട് ചെയ്യുന്ന ഈ ബോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിന്റെ ഒരു പാർട്ട്, ആ വലിയ പില്ലർ ചുറ്റും ഈ നമ്മള് കല്ലുമ്മക്കായൊക്കെ പോലത്തെ ഷെല്ലില്ലേ, അത് ഫുള്ളും ചുറ്റി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി. പിന്നെ ആൾക്കാരും വ്യത്യാസാണ്. കൾച്ചറും വ്യത്യാസാണ്. രീതികള് വ്യത്യാസാണ്. നമ്മളെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഭയങ്കര വ്യത്യാസാണ്. പിന്നെ കുറേ നല്ല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ചിലപ്പോ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. ഇവിടെ എല്ലാരും ഡ്രിങ്ക്സ് ഒക്കെ വളരെ കോമൺ ആണ്. എല്ലാരും ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കും. നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളെ വീട്ടിലൊന്നും അങ്ങനെയൊന്നും നടക്കൂലല്ലോ. പിന്നെ എനിക്കും എന്റെ ഹസ്ബൻഡിനും എല്ലാം ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഏരിയയിലേക്കൊന്നും നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ ആൽക്കഹോൾ കൺസംഷൻ അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ പബ്ബ് അങ്ങനെയെല്ലാം ഇവിടെ നമ്മുടെ നാട്ടിലും ഉണ്ട് തോന്നും പബ്ബൊക്കെ. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ പക്ഷെ അതൊക്കെ ഭയങ്കര കോമൺ ആണ്. പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. കാരണം നമ്മൾ രണ്ടാളും അതൊന്നും വലിയ നമ്മൾ രണ്ടാളും അങ്ങനെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. സിമ്പിൾ ആയിട്ട് യാത്ര ചെയ്യാം. അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറേ പട്ടിക്കുട്ടികളും വലിയ പട്ടികളെല്ലാം ആയിട്ട് അവരുടെ ഓണർ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടാവും. അവരൊന്നും ഒന്നും ചെയ്യില്ല. കാരണം ഇവിടെ അത് കോമൺ ആണ്. ഈ പിന്നെ പെറ്റിനോട് റെസ്പെക്ട് ചെയ്യുന്നതാണ് അവരുടെ പെറ്റിന്റെ ഓണർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. അതൊരു കൾച്ചറാണ് ഇവിടെയുള്ളത്. പിന്നെ അടുത്തടുത്തായിട്ട് കുറേ ഹോട്ടൽസ് അവിടെ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ ബർഗേഴ്സ്, ഈ ബെറ്റീസ് ബർഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ബർഗർ ഒക്കെ കിട്ടുന്ന ഒരു ഒരു ബ്രാൻഡാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം പല സ്ഥലത്തും ഞാൻ അതിന്റെ ഔട്ട്ലെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫുഡ് എല്ലാം ഇവിടെയുണ്ട്. നമ്മളെ ഇന്ത്യൻ ഫുഡെല്ലാം കിട്ടാൻ കുറച്ച് പാടാണ്. അതൊക്കെ നമ്മള് കുക്ക് ചെയ്ത് കഴിക്കണം. പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എപ്പഴും നമ്മളെ ഇന്ത്യൻ ഫുഡ് തന്നെ വേണം. നമ്മള് 3 നേരവും ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാറാണ് പതിവ്. ഇടയ്ക്ക് നമ്മള് സാറ്റർഡേ, സൺഡേസിലൊക്കെ നമ്മള് പുറത്ത് പോയിട്ട് കഴിക്കും. അല്ലാണ്ട് റെഗുലർ ആയിട്ട് നമ്മള് പുറത്തുനിന്ന് കഴിക്കാറില്ല. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടാണ്. എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർ പുറത്ത് പോയി കഴിക്കും. അത് അവരുടെ ചോയ്സ് ആണ്. എനിക്ക് വീട്ടിന്ന് എനിക്ക് ഉണ്ടാക്കിയിട്ട് പുട്ടും കടലയൊക്കെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീട്ടിന്ന് ഉണ്ടാക്കി കഴിക്കുന്നു. അല്ലാണ്ട് വേറെ അത് തെറ്റും ശരിയൊന്നുമല്ല. എല്ലാം ശരിയാണ്. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടവും അവരുടെ എക്സ്പീരിയൻസസും അനുസരിച്ചാണ്. മാൻലി ബീച്ചിന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ നമ്മള് ബീച്ചിലേക്ക് ഹെഡ് ചെയ്യാണ്. റോഡൊക്കെ ക്രോസ് ചെയ്തു. ഇവിടെയൊക്കെ സൈഡിലായിട്ട് കുറേ ഷോപ്പുകളും ഐസ്ക്രീംസും പിന്നെ ആൾക്കാര് നിന്ന് പാട്ട് പാടല്, മ്യൂസിക് പ്ലേ ചെയ്യല്, ഡാൻസ് ചെയ്യല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഡാൻസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം നമുക്ക് വീഡിയോ എല്ലാം എടുക്കുമ്പോ നമുക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാര് അവരവരുടെ ലൈഫിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ ഞാൻ കണ്ട ഒരു കാര്യം എന്താച്ചാ, നമ്മളെ കേരളത്തിലാണെങ്കിലും നമുക്ക് ഒരു ഫേസ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെക്കാട്ടിയും വാല്യൂ നമ്മുടെ ഇപ്പൊ കല്യാണം കഴിച്ച് കഴിഞ്ഞാല് മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കായിരിക്കും. ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് എന്താച്ചാ, നമുക്ക് നമ്മളെ ലൈഫിനെ വാല്യൂ ചെയ്താൽ മാത്രല്ലേ ശരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലോണം കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ശരിക്കും എല്ലാരും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവസാനം ഈ ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും കൊണ്ട് ബേസ്റ്റ് ഔട്ട് ആവും. ഒരു 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 സമയം കഴിഞ്ഞ് കഴിഞ്ഞാല്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമുക്ക് സമയം കണ്ടെത്താത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു ദിവസം കുറച്ച് സമയം നമുക്ക് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഹാപ്പിയായി ചെയ്യാൻ പറ്റും. ഇപ്പൊ മക്കളെ ആണെങ്കിലും അച്ഛനമ്മേന്റെ കാര്യമാണെങ്കിലും ഭർത്താവിന്റെ കാര്യമാണെങ്കിലും ഭാര്യേന്റെ കാര്യമാണെങ്കിലും അത് നമ്മള്
റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരു കടമേന്റെ ഉപരി അത് നമ്മള് സന്തോഷത്തോടെ ചെയ്യുമ്പായിരിക്കും അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത് കടലിലെ കാഴ്ചകളാണ്. കടലിന്റെ ബീച്ച് സൈഡിലെ കാഴ്ചകളാണ്. എന്റെ ബാറ്ററി അപ്പഴത്തേക്കും ചത്തുപോയി. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.